ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പേരയ്ക്ക കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. കേക്കിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. അപ്പോൾ വളരെ ഈസിയും ഹെൽത്തിയുമായ ഗുവാവ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേരയ്ക്ക കൊണ്ടുള്ള ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായിട്ട് ആദ്യം ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡ് കളറിലെ പേരയ്ക്കയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ വീട്ടിലൊക്കെ നിൽക്കുന്ന സൈസ് വെള്ള പേരയ്ക്കായും എടുക്കാം. അത് ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുരുവോടുകൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുരു വേണ്ടെങ്കിൽ കുരു ഒഴിവാക്കിയിട്ട് പൾപ്പ് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് 4 പേരയ്ക്ക ആണ് ക്യൂബ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര. ഇനി അടുത്തത്, ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് കാഷ്യൂ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനും കുറച്ച് റിച്ച് ആകാനും വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തണുത്ത പാലാണ്. തിളപ്പിച്ച പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. തിളപ്പിച്ച പാൽ ഉപയോഗിക്കുമ്പം ഷേക്കിന് തണുപ്പ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ തിളപ്പിക്കാത്ത നമ്മുടെ കട്ടയായിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1 കവറ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അടിച്ച് നല്ല തിക്ക് പരുവായിട്ട് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതാ ഞാൻ നമ്മുടെ മിൽക്ക് ഷേക്ക് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ശരിക്കും ഒരു ലൈറ്റ് പിങ്ക് നിറമുണ്ട്. നമ്മുടെ ആ പേരയ്ക്കയുടെ പിങ്ക് നിറമാണ്. ക്യാമറയിൽ അത്ര കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അടിച്ചതിന് ശേഷം കുരുവിൻ്റെ തരിതരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിൽ എടുക്കാം. ഞാനിപ്പോൾ അരിച്ചാണ് എടുത്തിരിക്കുന്നത്. കുരു കളഞ്ഞാണ് നിങ്ങൾ ആദ്യമേ അടിക്കുന്നതെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ചോക്കോബാർ ഈസി ചോക്കോബാർ റെഡിയാക്കിയില്ലേ, അതിൽ നമ്മൾ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത ഐസ്ക്രീം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും തികച്ച് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഐസ്ക്രീം ചേർക്കാതെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഞാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഗുവാവ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.